ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1935-ാം ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ്. സാറ് നമ്മുടെ ഒരു സ്ഥിരം ഫാക്കൽറ്റിയാണ്. നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ ഇതിനകം സാർ എടുത്തിട്ടുണ്ട്. സാറ് ആലപ്പുഴ ജില്ലയിൽ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് നടത്തി വരുന്ന ഡോക്ടറാണ്. ഒട്ടനവധി വേദികളിൽ ക്ലാസ്സുകൾ എടുക്കുകയും മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി നടത്തി വരുന്നു. ഇതെല്ലാം ഡോക്ടറുടെ പ്രത്യേകതകളാണ്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്ന വിഷയം മാഗ്നറ്റിൽ നിന്നും എടുക്കുന്ന ഔഷധങ്ങളും അവയുടെ ഉപയോഗങ്ങളും എന്നുള്ളതാണ്. അതിലൂടെ ഒരു യാത്ര, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്നത്തെയും പോലെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ മധുസൂദന പണിക്കർ സാറിനെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് തുടങ്ങാം. ഡോക്ടർ, നന്ദി. ക്ലാസ് തുടങ്ങാം സാർ. കാണാൻ പാടില്ലായിരിക്കും അല്ലേ? കാണാവോ? അല്ല, കാണാമല്ലോ. സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ട്. മാഗ്നറ്റിക് മെഡിസിൻസ്. അതെ, മാഗ്നറ്റിക് മെഡിസിൻസ്. സാധാരണ നമ്മളിത് നേരത്തെ തൊട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. എന്നെങ്കിലും നമ്മൾ ഈ റെയർ മെഡിസിന്റെ വളരെ എഫക്റ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൂടെ പങ്കിടാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇത് എൻ്റെ ഓർമ്മ വരാനും ഇത് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനും ഒക്കെ എനിക്കുള്ള ഒരു താല്പര്യം എന്നതിൻ്റെ ഒരു കാര്യം, എൻ്റെ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു PG ഉള്ള ഒരു ഫിസിഷ്യൻ, അലോപ്പതി ഫിസിഷ്യൻ അടുത്ത് ജെനിറ്റൽ വാഴ്സായിട്ട് വന്നു. അദ്ദേഹം 3-4 പ്രാവശ്യം ഓട്ടറൈസ് ചെയ്തു. എന്നിട്ട് പിന്നെ ഉണ്ടായി. അദ്ദേഹം എന്നോട് പറയുന്നത് ഒരു ലീഗൽ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഓക്കെ. 58 വയസ്സുണ്ട്. 2-3-4 ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിഷ്യനാണ്. വളരെ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പരിഗണന തരണമെന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ തരാം സാറോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പൊ 2-3 ഹോമിയോ ഡോക്ടർമാര് അദ്ദേഹം കണ്ടിരുന്നു. മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. അദ്ദേഹം വന്നു. ഞാൻ കേസൊക്കെ എടുത്തു. കേസ് എടുത്ത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു പാരാഫൈമോസിസ് അവസ്ഥയാണ്. എന്ന് പറഞ്ഞാല് എനിഹോ ഗോണോകോക്കൽ ഇൻഫെക്ഷൻ തന്നെയാണെന്നാ തോന്നണത്. ഗ്ലാൻസ് പെനീസ് ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്ത് നിറച്ച് വാൾസ് ഉണ്ട്. ഫോർസ്കിൻ റിജിഡിറ്റിയോടുകൂടി ഗ്ലാൻസ് പെനീസിന്റെ താഴെ സ്റ്റിഫായിട്ടിരിക്കുകയാണ്. അനങ്ങാൻ പറ്റത്തില്ല. പക്ഷെ പെയിനും ഉണ്ട്. ഒരു ഒഫൻസീവ് ഓർഡർ ഉണ്ട്. അത് മാത്രമല്ല ലിംഫഡിനൈറ്റിസ് ഉണ്ട്, ഇൻഗുനൽ. അതൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച്. പക്ഷെ VDRL ട്രിപ്പിനോമ പലഡോ ഒക്കെ നെഗറ്റീവാണ്. ആ റിസൾട്ടിനകത്ത് അദ്ദേഹം വന്നെങ്കിലും ഞാൻ കേസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു അപ്പിയറൻസ്, സാധാരണ നമ്മള് തൂജ, മെഡോറിന ഈ ടൈപ്പ് മെഡിസിൻസ് ആണല്ലോ. അത് കണ്ടപ്പോഴേ ഓർത്ത് നമുക്ക് തൂജ മെഡോറിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആകും എന്ന് കരുതിയെങ്കിലും ഞാൻ കേസ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു നമ്മള് ഈ ഫ്ലൂയിഡ് കൂടെ പറ്റി ഇൻഫെക്ഷൻ കൂടെ കിട്ടിയതായിരിക്കും. ഒരു തൈര്, ഈ വാഴ്സിന്റെ ഇടയിൽ നമ്മൾ തൈര് കോരി വെക്കുന്ന പോലുള്ള ഒരു കർഡ് അപ്പിയറൻസ് ആണ് നമുക്ക് കിട്ടിയത്. അത് ഡെഫിനറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് റെപ്പർട്ടറി പറയുന്നത് സബൈനയ്ക്കാണ്. അപ്പൊ ഞാൻ സബൈന 10 കൊടുത്തു. ഒരു തൂജ 064 ഡോസ്. പിന്നെ ഞാൻ കൊടുത്തത് സിനാബാറിസ് 3X. ഭയങ്കര എഫക്റ്റീവായിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴേ കുറച്ച് വാട്സ് ഒക്കെ പോയി, സ്വെല്ലിങ് കുറഞ്ഞു. പക്ഷെ ഈ
പാരാഫൈമോസിസ് അവസ്ഥ മാറിയില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഭയമൊക്കെ ഉണ്ടായി. ഇപ്പൊ പാരാഫൈമോസിസ് നമ്മൾ റെപ്പറട്ടറൈസ് ചെയ്തപ്പോൾ റെപ്പറട്ടറിയിലൊന്നും വളരെ കാര്യമായിട്ടുള്ള മെർസോള്, ഫോസ്ഫറസ്, സിനാബറീസ് ഒക്കെയാ കാണുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഡെപ്തിൽ അത് പഠിച്ചപ്പോഴാണ് ഈ മാഗ്നറ്റിക് ഗ്രൂപ്പ് ഓഫ് മെഡിസിനിനകത്ത് മാഗ്നറ്റിസ് പോളോ ആംബോ എന്ന് പറയുന്ന മാഗ്നറ്റിൽ നിന്ന് തന്നെ എടുക്കുന്ന, മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിൽ നിന്നും മാഗ്നറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന 3 മെഡിസിൻസാണ് നമുക്കുള്ളത്. അത് റുമാറ്റിസത്തില്, ഈ പാരാഫൈമോസിസില് ഒക്കെ ഇനി ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഡോസ് 1 മാസത്തെ മെഡിസിൻ കൊടുത്തപ്പോൾ ഒരു 2 ഡോസ് ഇത് കൊടുത്തിട്ട് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ്. അദ്ദേഹം പോലും ഇനി വണ്ടടിച്ചു പോയി. എനിക്കൊരു പ്രസന്റ് ഒക്കെ കൊണ്ടുവന്ന് തന്നു 3rd മന്തിൽ. കംപ്ലീറ്റ് എൻ്റെ വാർഡ്സ് പോയി, ഫൈമോസിസ് ഓപ്പറേഷൻ ഇല്ലാതായി, ഇപ്പൊ ഒറിജിനൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായി, സ്വെല്ലിങ് എൻ്റെ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അരിവിൽ ലിംഫഡിനൈറ്റിസ് പോയി. അദ്ദേഹം എനിക്കിപ്പോ കുറച്ച് പേഷ്യൻസിനെയൊക്കെ വിടുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അനുഭവത്തിൽ ഈ മാഗ്നറ്റിക് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഫൈമോസിസ് ഒക്കെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈശ്വര കൃപയാന്ന് തോന്നുന്നു ആ ഒരു VIP-ക്ക് എൻ്റെ അടുത്ത് വരാനും വന്നിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം നമ്മളൊരു ലേമന് ചെയ്യുന്നത് പോലെ അല്ലല്ലോ. നമ്മുടെ മെഡിസിൻ പ്രൊഫഷനുള്ള ഒരാള് മറ്റുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറാതെ വന്നപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മാഗ്നറ്റിക് മെഡിസിനെ പറ്റി കുറച്ചുകൂടെ ഡെപ്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാമെന്ന് ഓർത്ത്. ഇത് ഉണ്ടാക്കുന്ന ഷുറോ മിൽക്ക് ട്രൈച്ചറേറ്റ് ചെയ്തിട്ട് സാച്ചുറേറ്റഡ് എടുത്തിട്ട് മാഗ്നറ്റിന്റെ ഇമാനുവേഷൻ ഓഫ് മാഗ്നറ്റിക് പവർ മിക്സ് ചെയ്യണം. അതൊരു പ്രത്യേക രീതിയിൽ സെന്റ് ജോർജിന് മെഡിസിൻ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ മാഗ്നറ്റിക് മെഡിസിനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചതും ചെയ്യുന്നതും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ 3 എണ്ണമാണ് അതിനകത്ത് മാഗ്നറ്റിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻ. ഒന്ന് മാഗ്നറ്റിസ് പോളോ ആംബോ, ഒന്ന് മാഗ്നറ്റിസ് പോളസ് ആർട്ടിക്കസ്, മൂന്നാമത്തെ പോളസ് ആസ്ട്രാലിസ്. ഇത് മുഴുവൻ പൊട്ടൻസി 30, 200, 110 നമുക്ക് കിട്ടും. ഇതിനകത്ത് മാഗ്നറ്റിസ് പോളോ ആംബോയുടെ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മറ്റ് 2 അടുത്ത ക്ലാസ്സിലുള്ള കാര്യം. ഇതിന്റെ കുറച്ചുകൂടെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കുകയും ഉപയോഗം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളതാണ്. ക്ലിനിക്കൽ സിങ്കോപ്പിൽ ഏതെങ്കിലും നമ്മൾ അസറ്റാനൽഡിയം പഠിച്ചപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, ഒരു പെട്ടെന്ന് സിങ്കോപ്പ് വരിക, ഒരു കൺജസ്റ്റീവ് മൾട്ടിപ്പിൾ ഡിസീസ് ഉള്ള ഒരാളില് പെട്ടെന്ന് സിങ്കോപ്പ് ഉണ്ടാകുക, ഒരു ഹെമറേജിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഓർക്കൈറ്റീസിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ ഓർക്കൈറ്റീസിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അല്ലെങ്കിലൊക്കെ ഈ ഗുസ്തിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ടെസ്റ്റിസിന്റെ സ്ഥലത്ത് ബലമായിട്ട് പെട്ടെന്ന് ഇടിക്കുമ്പോഴുണ്ടാകുന്ന ആ ഷോക്കില് എത്ര വില്ലനാണെങ്കിലും മറിഞ്ഞു വീണു പോകും. അപ്പൊ ആ ഹിസ്റ്ററി ഓഫ് ഷോക്ക്, അങ്ങനെ ഒരാൾക്ക് ഒരു ഇൻസിഡൻസ് ഏതെങ്കിലും വീണോ ആക്സിഡന്റിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാഗ്നറ്റിസ് പോളോ ആകുമ്പോഴേക്ക് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ ഒരു സിങ്കോപ്പ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഹെമറേജ് ഒക്കെ വന്നിട്ടൊരു സിങ്കോപ്പ് ഉണ്ടാകുക. പാരാഫൈമോസിന്റെ മാനസികാവസ്ഥ, അതിന്റെ പതോളജിക്കൽ കാര്യം. പിന്നെ പ്രൊലാപ്സേനി, നമ്മൾ പലപ്പോഴും പ്രൊലാപ്സേനിയില് മെസേറിയം റൂട്ടായും ആണ് റെപ്പറട്ടറിയിലൊക്കെ പറയുന്നത്. പലപ്പോഴും നമുക്കതിന്റെ എക്സാക്ട് ഗുണം കിട്ടാറില്ല. പക്ഷെ ഇതിന്റെ 30 പൊട്ടൻസി ഡെയിലി 1 ഡോസ് വെച്ചിട്ട് ഒരു 2 മാസം കൊടുത്തു കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എനിക്ക് പ്രൊലാപ്സേനി കിട്ടിയിട്ടുണ്ട്. കാര്യം എൻ്റെ ആ ഒരു അനുഭവത്തിൽ പ്രൊലാപ്സേനയില് മറ്റൊരു ഗുണം കിട്ടിയിട്ടുള്ള സെപ്പിയാണ്. അപ്പൊ സെപ്പിയയുടെ പ്രൊലാപ്സേനയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സാധാരണ മെയിലിലാണ് ഇത് കൂടുതൽ കാണുന്നത്, ഫീമെയിലിനെക്കാളിലും. സെപ്പിയ ഫീമെയിൽ റെമഡി ആണെങ്കിൽ പോലും മെയിലിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ പ്രൊലാപ്സ് വന്നിട്ട് മോശം പോയി കഴിഞ്ഞാലൊക്കെ നടന്നു കഴിയുമ്പം പ്രൊലാപ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ വഴിയിൽ നിന്നിട്ട് പാന്റിന്റെ ഇടയിലോ അല്ലെങ്കിൽ സ്കേർട്ടിന്റെ ഇടയിലോ അണ്ടർ സ്കേർട്ടിന്റെ ഇടയിലൂടെ കൈയിട്ടിട്ട് തള്ളി കയറ്റി വെച്ചിട്ട് പിന്നെ നടക്കും. അപ്പൊ ഒരു
1 കിലോമീറ്റർ നടക്കുമ്പോൾ ഒരു 3 വാർഡിൽ ഇവർ രാവിലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഒന്ന് മുണ്ടടിച്ച് കുത്തിപ്പോവും. അപ്പൊ ഇതിങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, സത്യം പറഞ്ഞ ഡോക്ടറെ എനിക്കത് പറയാൻ വിഷമമാണ്. അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഞാൻ സെപ്പിയ കൊടുത്തിട്ട് റിലീഫ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഒരു സിംറ്റം ഇല്ലെങ്കിൽ സെപ്പിയ എഫക്റ്റീവ് അല്ല. പിന്നെ ഒരു ഹാർഡ് സ്ട്രെയിൻ കുത്തിയിരിക്കുമ്പോഴൊക്കെ വരാവുന്ന മസ്കുലർ പരാലിസിസ് അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ കൊണ്ടുള്ള ആർട്ടറിയൽ റൂട്ട, അത് സഡൻറി ഹാബിറ്റുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ, നമ്മളെ പോലെ ഡോക്ടർമാർ, പ്രൊലോങ്ഡ് ആയിട്ട് സിറ്റിംഗ് ഉള്ളവരിൽ വരുന്ന ഒരു കോസ് ആണെങ്കിൽ റൂട്ടായിരിക്കും കുറച്ചുകൂടെ ഫലം കാണുന്നുണ്ട്. പക്ഷേ പ്രലാപ് ഈ മാഗ്നറ്റിക് പോളോംബോയ്ക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഗുണമുണ്ട്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് നോക്കാവുന്ന. പിന്നെ അതിന്റെ റുമാറ്റിസം, പിന്നെ അൺഹീൽഡ് അൾസേഴ്സ്. അപ്പൊ ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന ഡിപ്പെൻഡ് ചെയ്യാവുന്ന സിംറ്റംസ് കൊണ്ട് സമ്പൂർണ്ണമാണ് ഈ മാഗ്നറ്റിക് പോളോംബോ. എൻ്റെ ഒരു ഡെലീറിയം അല്ലെങ്കിൽ ഒരു മാനിയാക്കൽ സ്റ്റേജിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിസിൻസ് ഹോമിയോപ്പതി സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ടോക്സ് അലൗഡ് ടു ഹിംസെൽഫ് ഡ്യൂറിങ് വർക്ക് വിതൗട്ട് ബീങ് അവെയർ ഓഫ് ഇറ്റ്. ഉച്ചത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പം സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പലപ്പോഴും അത്തരം കേസസ് വരുമ്പം തമാശ രൂപേണാണെങ്കിൽ അമ്മമ്മമാരോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മാനിയായോ അല്ലെങ്കിൽ മാനസികാവസ്ഥയോ ഉള്ളവരിൽ ഈ ഒരു സിംറ്റം, ടോക്സ് അലൗഡ് ടു ഹിംസെൽഫ് ഡ്യൂറിങ് വർക്ക് വിതൗട്ട് ബീങ് അവെയർ ഓഫ് ഇറ്റ്, അവർക്ക് അതിന് അവരുദ്ദേശിച്ചതോ അല്ലെങ്കിൽ വിചാരിക്കുന്നതോ അല്ല, അവരിങ്ങനെ ഉച്ചയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയ്സ് ആൻഡ് സംതിങ് ഡിഫറെന്റ്. അപ്പം അവർ ജോലി ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള കാര്യമോ അവർ ചെയ്യാൻ പോകുന്ന കാര്യമോ അവർ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യമോ ആയിരിക്കുകയല്ല അവർ പറയുന്നത്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഉച്ചയെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പുറത്ത് പ്രേരണോ യോഗയൊക്കെ കേട്ട് ഇപ്പൊ ഒരു 5:30 നേരം നിലവിൽ എടുക്കാതിരിക്കുമ്പോൾ വളരെ ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ട് റോഡെ കൂടെ പോടെ കടം. അത് ടെലിഫോണിന്റെ യൂസ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരാണ് ഇങ്ങനെ സംസാരിച്ച് പോണെന്ന് നോക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് പോലെയായിരിക്കും. അതുപോലൊരു അവസ്ഥയാണ് ഇവർക്ക് കാണുന്നത്. ഉച്ചയില് ഈ സബ്ജക്റ്റ് കൺസേൺഡ് ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉച്ചയിൽ പറഞ്ഞ് തനിയെ അതിനെപ്പറ്റി അവെയർ അല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ മൈൻഡ്. ട്രൈ ടു ഡു സംതിങ് ബട്ട് എൻഡ്സ് അപ്പ് ഡൂയിങ് സംതിങ് കോൺട്രറി. അത് ചെയ്യാൻ പോകുന്നതായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ആൻഡ് സിലബിൾസ്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഓട്ടിസം കുട്ടികളിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഈ സിംറ്റംസ് വരുവാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സൈലീഷ്യയുടെ സോമനാംബുലിസം പോലെ തനിയെ ഇരുന്ന് ശ്രമോണിയത്തിന് സംസാരം പോലെയൊക്കെ ഇത് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ്. ഇൻക്ലൈൻഡ് ബി. അതിനെപ്പറ്റി നമ്മൾ ചോദിച്ചാൽ അവരത് അറിയാത്തത് കൊണ്ട് അവർ കോപിക്കും, പിന്നെ ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കും. വെർട്ടിഗോ ആൻഡ് ലൈങ് ഡൗൺ, കിടന്നു കഴിയുമ്പോൾ ഇപ്പൊ പലപ്പോഴും നമ്മൾ വെർട്ടിഗോ എടുക്കുമ്പോൾ, ഇപ്പൊ വെർട്ടിഗോ കിടന്നേച്ച് എഴുന്നേൽക്കുമ്പോൾ കിടക്കുമ്പോൾ കണ്ണടച്ചു പിടിക്കുമ്പോഴെല്ലാം കണ്ണ് തുറക്കുമ്പോൾ വിത്ത് പെയിന്റിങ്. ഇപ്പൊ വെർട്ടിഗോ നേരത്തെ നമ്മൾ ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വെർട്ടിഗോ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ 4 നല്ല റൂബ്രിക്സ് വേണം. 4 കവർ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ അത് നല്ലതായിരിക്കണം. അതിനകത്ത് സബ് റൂബ്രിക്സ് ഒന്നും നമ്മൾ കൊടുക്കാതെ ആ റൂബ്രിക്സ് മാത്രം. ഇപ്പൊ കിടന്നേച്ചു എഴുന്നേൽക്കുമ്പം എന്നുള്ളത് ഇരുന്നേച്ചു എഴുന്നേൽക്കുമ്പോഴുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മരുന്നേറ്റി പോകും. അപ്പൊ റൈസിങ് ഫ്രം ബെഡ്, അതുപോലെ തന്നെ കിടക്കുക. ആക്ട് ഓഫ് ലൈങ് ഡൗൺ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ലൈങ് ഡൗൺ വേറെയാണ്, ആക്ട് ഓഫ് ലൈങ് ഡൗൺ കിടന്നു കഴിഞ്ഞ് കിടക്കുന്നോണ്ടിരിക്കുമ്പം ഇതൊക്കെ ഇവിടെ വേറെ വേറെ മെഡിസിൻ. അപ്പൊ 4 റൂബ്രിക്സ് നമ്മൾ കൃത്യമായിട്ട് റെപ്പറേറ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിഗോ വളരെ എഫക്റ്റീവായിട്ട് ഫോസ്ഫറസ് കോണിയൊക്കെ പോലുള്ള മരുന്നാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇല്ല, നടക്കുമ്പം വെർട്ടിഗോ വളരെ കുറച്ച് മരുന്നിനേ ഉള്ളൂ. ഇപ്പം ഈ വെർട്ടിഗേറ്റഡ് ഫീലിംഗ്
നമ്മള് പാർക്കിൻസോണിസത്തിലൊക്കെ നമുക്കിത് വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് സിങ്കോപ്പ്, അല്ലെങ്കിൽ ഒരു മെന്റൽ സ്റ്റാഗ്നേഷൻ, ഒരു എക്സൈറ്റ്മെന്റ്, ഒരു മെന്റൽ ഇൻഡിഫറൻസ്, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മെന്റൽ സ്ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സ്റ്റാഗറിംഗ് ഇൻ വാക്കിംഗ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഫോർവേഡ്, ബാക്ക്വേഡ്. ഇപ്പൊ ബാക്ക്വേർഡാണ് എപ്സന്തിനും, ഫ്രണ്ടിലോട്ടാണെങ്കിൽ മകാനാസെറ്റിക്കൽ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ കോസ്റ്റിക്കം, റൈറ്റ് സൈഡ് ആണെങ്കിൽ കോളോസിന്ത്, നേരെ നടക്കുമ്പോഴാണെങ്കിൽ മാഗ്നറ്റിക്സ് കോംബോ. അതുപോലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി വരുമ്പോൾ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ സൈലീഷായിട്ട് ഇതിന് ഒത്തിരി റിലേഷനാണ്. ഹെഡേക്ക് ഫ്രം ഓവർ സ്ട്രെയിൻഡ് മെമ്മറി, ഏതെങ്കിലും വിധത്തിൽ ഓർത്തെടുത്ത് ഇപ്പൊ പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് അപ്പൊ പഠിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന തലവേദന. അപ്പൊ മെമ്മറി ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ, ഇപ്പൊ കൊടുത്ത കാശ് കിട്ടാൻ ആരൊക്കെ ഉണ്ടെന്ന് ഓർത്ത് അങ്ങനെയുള്ള കൺസേൺ സബ്ജക്റ്റിലാണ്. ഇപ്പൊ കല്യാണത്തിന് നമ്മൾ എത്ര പേരെ വിളിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വിഷമിച്ചിരുന്ന് ചിന്തിക്കുമ്പോ, അപ്പൊ ഓവർ സ്ട്രെയിൻഡ് മെമ്മറി യൂസ് ചെയ്യേണ്ട, കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പം തലവേദന ഉണ്ടെങ്കിൽ ഈ മെഡിസിൻ നല്ലതാണ്. സെൻസേഷൻ ഓഫ് ടോപ്പ് ഓഫ് ഹെഡ് ആസ് ഇഫ് ദ ഹെഡ് വെയർ പ്രസ് ഡൗൺ, ഇങ്ങനെ ജാമായി പോകുന്ന ഒരു അവസ്ഥ. ആക്ച്വലി ഒരു സെൻസേഷനാണ് ജാമിങ് മാഗ്നറ്റിക്സില്. ആക്ച്വൽ ജാമിങ് ഉള്ളവർ നമ്മുടെ സിക്കൂട്ട വെറോസ, റൂട്ടായുവ. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊക്കെ നടുവേദനയ്ക്ക്, അല്ലെങ്കിൽ മോളിൽ നിന്ന് മതിൽ നിന്നൊക്കെ കുത്തിയിരുന്ന് വീണിട്ടുള്ള സ്പൈനൽ കൺജഷൻ വരുമ്പം, സ്പൈനൽ ഇഞ്ചുറി, കൺകഷൻ ഒക്കെ വരുമ്പം നമുക്ക് ബെസ്റ്റ് മെഡിസിൻ, എനിക്ക് ഒത്തിരി കേസ് സക്സസ് ആയിട്ടുള്ളതാണ്, സിക്കുട്ട വെറോസ, റൂട്ടാക്കോർ. ഇത് ആ സെൻസേഷൻ മാത്രമാണ്, പ്രസ് ഡൗൺ, നമ്മൾ അടിച്ചിരുത്തി പോകുന്ന പോലുള്ളൊരു സെൻസേഷൻ വിത്ത് ഹമ്മിങ് ഇൻ ദ ഇയർ. ഈ ഹമ്മിങ് ഇൻ ദ ഇയറിൽ തലവേദനയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ടിനിറ്റസിൽ ഈ ഹമ്മിങ്, പലപ്പോഴും ഹമ്മിങ് നമ്മൾ ഒത്തിരി റെപ്പർട്രൈസ് ചെയ്താലും ഫലപ്രദമായിട്ട് ടിനിറ്റസിന് നമുക്ക് ക്യൂർ കിട്ടുന്നില്ല. അപ്പൊ ഈ ഹെഡേക്ക് കൂടെ ഉണ്ടെങ്കിൽ മാഗ്നറ്റിസ് നമുക്ക് ഒരുവിധം കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. Then epilepsy, convulsion with loss of consciousness or syncope with spasmodic contraction of the eyelids. യക്ഷത്തിനകത്ത് എപ്പിലെപ്സിയിലെ കണ്ണിങ്ങനെ വട്ടം കറക്കും. ഇതിനകത്ത് എങ്ങനെയാ, പോസ്റ്റിക്കം പോലെ എപ്പിലെപ്സി കൺവൾഷൻ വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നസ്, ഹെഡേക്ക് ആൻഡ് സ്ലീപ്പിനെസ് ആഫ്റ്റർ. വളരെ 3-4 മാർക്ക് കൊടുക്കാവുന്ന ഒരു സിംറ്റം എപ്പിലെപ്സിയിൽ കോസ്റ്റിക്കത്തിന് എപ്പിലെപ്സി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ഒരു ഉറങ്ങും, ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാകും. ഇതിന് ബോധം പോവുകയും ചെയ്യും, അതിൻ്റെ കൂടെ സിങ്കോ പോലുള്ള കണ്ടീഷൻ ഉണ്ടാകും. പിന്നെ ഐലിഡ്സ്, സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ഓഫ് ഐലിഡ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒത്തിരി മരുന്നുകൾ ഇങ്ങനെ പരതി നടക്കുമ്പോൾ ഈ ഒരു ക്ലൂ, ഈ സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ഓഫ് ദ ഐലിഡ്സ് വേറെ മെഡിസിൻ, എപ്പിലെപ്സിയിൽ വേറെ മെഡിസിനിലൊന്നും ഇല്ല. അതൊരു റെയർ പെക്യൂലിയർ എപ്പിലെപ്സിയുടെ ക്ലൂ ആണ്. ഫെയറി സ്പാർക്ക് ബിഫോർ ദ ഐ ലൈക്ക് ഷൂട്ടിംഗ് സ്റ്റാർസ് അറ്റ് twilight after sunset with dryness of blood center കാന്തേ. ഇപ്പൊ സ്പാർക്ക് ലൈറ്റ് പോലുള്ള ഷൂട്ടിംഗ് സ്റ്റാർസ് സെൻസേഷൻ കൺവൾഷന് മുമ്പ് വരികയും അത് കൂടുതലായിട്ടുള്ള ബിഫോർ ജസ്റ്റ് സന്ധ്യ, ത്രിസന്ധ്യയിൽ അത് സംഭവിക്കുകയൂടെ ചെയ്യാൽ മാഗ്നറ്റിസിന്റെ റെയർ പെക്യൂലിയർ സിംറ്റം ആണ്. അതുകൊണ്ട് ഡ്രൈനെസ് ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ കാന്തയങ്ങൾ ഉണ്ടാകും. ഇലൂഷൻസ് ഫോർ സ്മോക്കി മൗൾഡി സ്മെൽ ലൈക്ക് മാനുവർ. ഇപ്പൊ മാനുവറിന്റെ സ്മെല്ല് അലൂസിനേഷനായിട്ട് മസ്കി, അകാരിക്കസിന് മസ്കി വരുന്നത് പോലെ മാനുവറിന്റെ സ്മെല്ല് വരുമെന്നാ പറയുന്നത് എപ്പിലെപ്സി. അതൊരു ഡെലൂഷൻ. അപ്പം എപ്പിലെപ്സി വളരെ റെയറായിട്ട് നമ്മൾ എപ്പിലെപ്സിയുടെ മെഡിസിൻ സെലക്ട് ചെയ്ത് അതിന്റെ സിമിലിമം ശ്രദ്ധിക്കുമ്പോൾ മാഗ്നറ്റിസ് പോളസിന് ഭയങ്കര ശക്തമായ സ്വാധീനമുണ്ട് ഇതൊത്ത് വന്നു കഴിഞ്ഞാൽ.
അത് മാത്രമല്ല മാഗ്നറ്റിസ് പോളസ് ഡിപ്പെൻഡ് ചെയ്യാവുന്ന നമ്മുടെ മെറ്റൽ പോലെയൊക്കെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. നമ്മൾ വെജിറ്റബിൾ എലോങ്ങേഷനിൽ വരുന്ന മരുന്ന് കൊടുത്ത് വെയിറ്റ് ചെയ്യണേക്കാൾ കുറെ കൂടെ കോൺഫിഡൻസ് ഈ ഇതിപ്പോ ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആണ് വരണമെങ്കിൽ പോലും ഇതിന് കൊടുക്കാൻ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. It burning on the face with lancinating pain in the facial muscles without sweat in the morning. അതൊരു ചെറിയ റയർ സിംറ്റം. മൗത്ത് ലൂസനിങ് ഓഫ് ദ ടീത്ത് ഇങ്ങനെ ഊരി വരുക എന്നുള്ള ഒരു സെൻസേഷനാണ്. മെർസോള് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനാണ്. മെർസോളിന്റെ വേറെ സിംറ്റംസ് ടൂത്തില് ഗംസ് റിസീഡ് ചെയ്യും, ലൂസൺ ഫീലിംഗ് ഉണ്ടാവും, കോൺസ്റ്റന്റ് ഡിസയർ ടു ക്ലസ്റ്റർ ടീത്ത്, പല്ല് കടിക്കുക, ബൈറ്റ് ചെയ്ത് ഇങ്ങനെ കടിച്ചിരിക്കും. ഇപ്പം പലപ്പോഴും ഡെന്റിസ്റ്റുകളുടെ ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് കുറവ് കിട്ടാത്ത ഗം റീഫീഡിങ്ങിൽ ഈ സിംറ്റംസ് കിട്ടിയാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മെർസോൾ കൊടുക്കാം. മെർസോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂത്തേക്ക് എനിത്തിങ് ഹോൾഡിങ് ഇൻ കോൾഡ് എയർ വരുമ്പോ അഗ്രവേറ്റ് ചെയ്യും. മെർസോൾ ആണെങ്കിൽ കോൾഡ് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യും, പക്ഷെ വാമത്ത് കൊണ്ട് റിലീഫ് കിട്ടും. കോൾഡ് എയർ ഇങ്ങനെ വലിക്കും, പല്ലുവേന ഇങ്ങനെ കോൾഡ് എയർ അകത്തോട്ട് ട്രീറ്റ് ചെയ്യുന്നത് ക്ലിമാറ്റിസ് സെറക്റ്റ് ആയിരിക്കുക. അപ്പൊ അതാണ് അതിന്റെ 3 മെഡിസിന്റെ കമ്പാരിറ്റീവ്. പിന്നെ സാധാരണഗതിയിൽ വരുന്ന ഗം ഇൻഫെക്ഷൻ വരുമ്പോൾ സ്വെല്ലൻ ഗ്ലാൻസ് മാക്സിലറി വരെ ആന്റിബയോട്ടിക്സ് അഡ്വൈസ് ചെയ്യുന്ന കേസിൽ ആന്റിബയോട്ടിക്സ് കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വന്നുവാണെങ്കിൽ മാഗ്നറ്റിസ് പോളസ് ഈ കോൾഡ് അഗ്രവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ മൗത്ത് അൾസറിലും മൗത്ത് ഇൻഫെക്ഷനിലും ഗം ജിഞ്ചുവൈറ്റിസിലും ഒക്കെ ഈ ലിപ്സ് സ്വെൽ ചെയ്യുമെന്നാ പറയും, ലോവർ ലിപ്സ് പ്രത്യേകിച്ച്. പക്ഷെ സിവിയർ ആയിട്ടുള്ള അലിസ്റ്റോസിസ്, വായുനാറ്റം ഉണ്ടാകും. അത് ആ പേഷ്യന്റിന് തനിയെ പ്രിസർവ് ചെയ്യാൻ സഹിക്കാൻ പറ്റാത്തതിനും അമിതമായിട്ടുള്ള ഒഫൻസീവ് അലിസ്റ്റോസിസ് ഉണ്ടാവുമെന്നാ പറയുന്നത്. അപ്പൊ അത്രയൊക്കെ നല്ല മെർസോളിനെ പോലെ നമുക്ക് കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കാൻ അറിയാമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫലപ്രദമായ ഒരു മെഡിസിനാണ് മാഗ്നറ്റസ്. മെറ്റാലിക് ടേസ്റ്റ് അതിന്റെ സ്റ്റൊമക് സിംറ്റംസ് ആണ്. ഹംഗ്രി ഇൻ ഈവനിങ് വിതൗട്ട് ടേസ്റ്റ് ടു ഈറ്റ്. പെർമനന്റ് ഡിസ്പെപ്സിയ വിത്ത് സ്മെൽ ഓഫ് സോഡസ്റ്റ്, അറുക്കപ്പൊടിയുടെ മണമുള്ള ഗ്യാസ് വന്നിട്ട് വിശപ്പില്ലാതെ വരും. സ്റ്റൂപ്പിംഗ് കൂടുതല. അബ്ഡോമൻ വിത്ത് ഡയഫ്രമാറ്റിക് റീജിയൻ വിത്ത് ക്രാംസ്. അപ്പൊ ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമനില് ഈ ഈക്കോളെ ഇൻഫെക്ഷൻ, ഈക്കോളയല്ല മറ്റേ എച്ച് പൈലോറി ഇൻഫെക്ഷനില് 2 മെഡിസിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദം. ഒന്ന് ഇത്, കാര്യം അവിടെ ഡയഫ്രമാറ്റിക് റീജിയനില് കോമൺ ആയിട്ട് നമ്മുടെ പിറ്റോസ്റ്റൊമക്കില് സിവിയർ ആയിട്ട് വേദന വരും എച്ച് പൈലോറയിൽ. അപ്പൊ അതിന് 2 മെഡിസിൻ, ഒന്ന് മാഗ്നറ്റിക് പോളസും 2 എബിസ്നാഗ്രയും ആണ് വളരെ ഫലപ്രദമായിട്ട്. അക്ലേഷ്യ കാർഡിയയ്ക്ക് പോലും ഈ മെഡിസിൻസ് വളരെ ഫലപ്രദമാണ്. വിത്ത് ക്രാംസ് ഉണ്ടാവും. മറ്റതിന് ക്രാംസ് ഉണ്ടാകത്തില്ല, അസിഡിറ്റി ആയിരിക്കും. എന്ത് കഴിച്ചാലും ഛർദിക്കും, പിറ്റോസ്റ്റൊമക്കിൽ വേദന വന്നിട്ട് ഒരു സ്റ്റോണി സെൻസേഷൻ വരും. ഇതിനകത്ത് ക്രാംസ് വരും, പുറത്ത് വലിച്ചിട്ട്, അപ്പൊ സിവിയർ പെയിൻ വരും. ഈ സിംറ്റം തന്നെ നമുക്ക് റയറായിട്ട് ഈ ഹിയാറ്റസ് ഹെർണിയയ്ക്ക് കിട്ടും. അപ്പൊ ഹിയാറ്റസ് ഹെർണിയയ്ക്ക് മാഗ്നറ്റിസ് പോളസ് റെപ്പർട്ടറി പറയുന്നുണ്ട്. ഇപ്പൊ പിറ്റോസ്റ്റൊമക്കിൽ സിവിയർ ആയിട്ട് വേദന വരുന്ന ഒരു പതോളജി അക്ലേഷ്യ കാർഡിയായും ഈ എച്ച് പൈലോറി ഇൻഫെക്ഷനിലുമാണ് കൂടുതൽ പറയുന്നത്. ഇപ്പം ആ അവസ്ഥയില് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നോയിസറി ബ്ലംഡിങ്, ബർബോറി ഗംസ് വിത്ത് ഫ്ലാറ്റിലൻ കോളിക് വിത്ത് നോഷ്യ. അപ്പൊ അതിന്റെ കൂടെയുള്ള അസിഡിറ്റി, ആസിഡ് ഡയറക്ടേഷൻ, ഹോട്ട് പ്യൂട്രിഡ് ഫ്ലാറ്റസ് കൊണ്ട് റിലീഫ് ഉണ്ടാകത്തില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എമിഷൻ ഓഫ് ഹോട്ട് പ്യൂട്രിഡ് ഫ്ലാറ്റസ് നമ്മൾ ലൈക്കോപോഡിയുമായിട്ട് തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന വേറൊരു മെഡിസിനാണ് മെരിക്ക, റെസ്ക്ലാബ്ര. റെസ്ക്ലാബ്രയ്ക്കാണ് ഭയങ്കരമായിട്ട് പ്യൂട്രിഡ് ആയിരിക്കും,
അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. പണ്ടൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുനലൂർ കേന്ദ്രമായിട്ട് വർക്ക് ചെയ്യുന്ന കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉന്നത നേതാവ് ശരിക്കും 2-3 പ്രാവശ്യം MLA ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ കാലമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻസ് ഉണ്ടാകും. എന്താ വെച്ചാൽ അൺനോട്ടീസ്ഡ് ഫ്ലാറ്റ് വിത്ത് ഒഫൻസീവ് സ്മെൽ, മറ്റുള്ളവര് പോലും അൺബിയറബിൾ ആകുന്ന അത്രയും സ്മെൽ. അദ്ദേഹത്തിന്റെ അലൂസിനേഷനോ സെൻസേഷനോ അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് ഹാവിങ്. അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. എപ്പൊ അത് പോകരുതെന്ന് വിചാരിക്കുന്ന അവിടെ വെച്ച് അദ്ദേഹം പോകും. അപ്പൊ അതിന് മോഡേൺ മെഡിസിനിലൊക്കെ ഒത്തിരി എക്സാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടിയില്ല. ആരോ പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തളക്കപ്പെട്ടു പോയി. അദ്ദേഹം പുറത്ത് പോകാതെ ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥയായിട്ട് എൻ്റെ അടുത്ത് വന്ന, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ലൈക്കോപോഡിയൻ ടെണ്ണമും പിന്നെ റെസ്ക്ലാബ്ര ടിഞ്ചറും മിരിക്കായും കൂടെ, മിരിക്കാത്ത ഫ്രിക്കൻ ഡോസ്. പക്ഷെ 3-4 മാസം കൊണ്ട് കംപ്ലീറ്റ് ക്യൂറായി. അവിടെ ഈ ഹോട്ട് ഫ്ലാറ്റസ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് കൊടുക്കേണ്ടി വന്നില്ല. ഞാൻ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അഗ്രവേഷൻ എനി മെന്റൽ സ്ട്രെസ്. ഇപ്പൊ മെന്റൽ സ്ട്രെസ് കൊണ്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായാൽ നമുക്ക് ഒത്തിരി പേർക്കുണ്ടല്ലോ. ഇപ്പം ജാലപ്പായിലൊക്കെ അങ്ങനെയാ. ജാലപ്പായില് മെന്റൽ സ്ട്രെസ്, ലോസ് ഓഫ് സ്ലീപ്പ്, ഡെത്ത് ഓഫ് ലവ്ഡ് വൺ വിത്ത് റുമാറ്റിസം. അപ്പൊ പ്രൊലോങ്ഡ് ആയിട്ട് റുമാറ്റിക് ആർത്രൈറ്റിസിൽ HCQ പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അതിന്റെ കൂടെ അതിന്റെ ഒരു മെന്റൽ സ്ട്രെസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കോസിൽ സപ്രഷൻ ഓഫ് ഡിസേഴ്സ് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ്സോ ഡെഫിനറ്റ് ആയിട്ടുണ്ടാകും ഏർലി പീരീഡിലൊക്കെ ആകുമ്പോൾ. അപ്പൊ അവരില് മെന്റൽ സ്ട്രെസ് കോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്റ്റൈനൽ ഗാസ്ട്രൈറ്റിസോ ഗാസ്ട്രിക് പ്രശ്നങ്ങളോ ഡെപ്തിൽ വളരെ ശക്തമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് മറ്റൊരു അന്റാസിഡാ കൊടുക്കുന്ന, അന്റാസിഡ് മാറിയിട്ട് നമ്മുടെ അടുത്ത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചികിത്സയ്ക്ക് വരുമ്പോഴോ ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് സംജാതമാകാം. നിർഭാഗ്യവും ഭാഗ്യവും കൊണ്ട്, നമ്മുടെ ഭാഗ്യവും അവരുടെ നിർഭാഗ്യവും കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ ആർത്രൈറ്റിസിന്റെ പോളി വിറ്റും SKQ ഒക്കെ കഴിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഗാസ്ട്രൈറ്റിസ് ഉണ്ടാകും. അപ്പൊ അവർ ആക്ച്വലി ESR ഒന്നുമില്ല നോക്കണം, മാസം മാസം റുമറ്റോളജിസ്റ്റ് നോക്കുന്നത് LFT. ഇപ്പൊ LFTയിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അവർ ആ മരുന്ന് കുറയ്ക്കാനോ നിർത്തുക ചെയ്തിട്ട് വേദന കുറയാതെ നമ്മുടെ ഹോമിയോ ഡോക്ടർമാര് നമ്മൾ നല്ലപോലെ ചെയ്യുവാണെങ്കിൽ നമ്മളെ ഒത്തിരി പേര് വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടും, നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പം നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു മരുന്നാണ് ഈ മാഗ്നറ്റിക് ഗ്രൂപ്പ് മരുന്ന്. ഇതിന്റെ കോൺസ്റ്റിപ്പേഷൻ കേട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പതോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിൽ കോൺസ്റ്റിപ്പേഷൻ വിത്ത് കൺസ്ട്രിക്റ്റഡ് ആൻഡ് കൺട്രാക്റ്റഡ് റെക്ടം ഓൾട്ടർനേറ്റ് വിത്ത് ഹെഡ് ഏക്ക് ലാസ്റ്റിംഗ് ഫോർ സെവറൽ ഡേയ്സ്. ഇപ്പൊ സെവറൽ ഡേയ്സിൽ constricted and contracted feeling due to any modern medicine or any mental stress. ഓപ്പിയത്തിന്റെ ഒക്കെ മെന്റൽ സ്ട്രെസ് ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാമല്ലോ. റയോണിയയുടെ ഡ്രൈനെസ് കൊണ്ടുവരാം, കോക്കലസ് ഇൻഡിക്കസിന്റെ ലോസ് ഓഫ് സ്ലീപ്പ് കൊണ്ടുവരാം, കോക്കലസ് ഇൻഡിക്കസിന്റെ റൈഡിങ്, കണ്ടിന്യൂസ് റൈഡിങ് ആഫ്റ്റർ വരാം. അപ്പൊ ആ കണ്ടീഷനിലൊക്കെ ഈ കൺട്രാക്റ്റഡ് ആൻഡ് കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് വന്നിട്ട് ഹെഡേക്ക് ഓൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ടോ, അതും കുറെ ദിവസമായിട്ട് മലം പോകുന്നില്ലേ, ഇപ്പൊ ലീഡിങ്സ് ടു പ്രൊട്രൂഡിങ് ഹെമറോയിഡ്സ് വരുമല്ലോ, വിത്ത് സിവിയർ പെയിൻ ആഫ്റ്റർ സ്റ്റൂൾ ആൻഡ് ബേണിംഗ് ഇൻ ദ ഏനസ് വെൻ സിറ്റിംഗ്, ഇച്ചിങ് ബ്ലൈൻഡ് വിത്ത് സോഫ്റ്റ് സ്റ്റൂൾ, പ്രൊലാപ്സ് റെക്ടേ. ഇപ്പൊ ഇത്രയും നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷനും പൈൽസിനും പ്രൊലാപ്സിനും ബേണിങ്ങിലും നമ്മുടെ റട്ടാനിയ പോലെ, ആസിഡ് നൈട്രിക് പോലെ, ആസിഡ് മോറ് പോലെ, സെഡാക്രി പോലെയൊക്കെ ചിന്തിക്കാവുന്ന, കൊടുക്കാവുന്ന ഫലപ്രദമായ ഒരു മരുന്നാണ് മാഗ്നറ്റിസ് പോളസ്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഇല്ല. സിവിയർ ആസിഡ് നൈട്രിക്കിന് ബ്ലീഡിങ് ഉണ്ട്, കൊളൻസ്വാണയ്ക്ക് ബ്ലീഡിങ് ഉണ്ട്, എസ്കുലസിന് ബ്ലീഡിങ് ഇല്ല, പക്ഷെ ഇത്രയും ബ്ലീഡിങ് ഇല്ല. സൾഫറിന് വേണമെങ്കിൽ ബ്ലീഡ് ചെയ്യുക. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഇല്ലാതെ ബാക്കിയെല്ലാം
കൺസ്ട്രിക്ഷനും കൺട്രാക്ഷനും ഹെമറോയിഡ്സും പ്രൊട്രോഡിങ് പൈൽസും ബേണിംഗ് പെയിനും അത് സിവിയർ ബേണിംഗ് പെയിനും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോൾഡ് വാഷിംഗ് റിലീഫാണ്. കോൾഡ് വാഷിംഗ് റിലീഫ് ഉള്ള വേറൊരു മെഡിസിനാണ് കൊളൻസോണിയ. ആസിഡ് മോറും നൈട്രിക് ആസിഡ് ആണെങ്കിൽ വാം വാഷിങ്. ആ ഒരു ചെറിയ മൊഡാലിറ്റിയിൽ മെഡിസിൻ നമുക്ക് മാറും. ഇപ്പൊ പഠിക്കുമ്പം പൈൽസിനൊക്കെ ഒത്തിരി മെഡിസിൻ നമുക്ക് കൊടുക്കാതെ ഒരു 1-2 മരുന്നിൽ നിർത്താൻ പറ്റും ഈ മൊഡാലിറ്റി പഠിക്കുവാണ്. urinary cystitis bleeding in neck of bladder a few minutes after maturation. ഇതൊരു സരസപ്പറലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം, സ്റ്റാഫിസാഗ്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം, പ്രൂണസ്പൈനാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു ബ്ലാഡറാണ്. ഇതൊരു ഫ്യൂ മിനിറ്റ്സ് ആഫ്റ്റർ മെച്ചുറേഷൻ. ഇപ്പൊ പ്രോസ്റ്റേറ്റിലും പ്രൊലാപ്സ് യൂട്രസിലും നമുക്ക് കിട്ടുന്ന ഈ സിംറ്റംസിൽ, അല്ലെങ്കിൽ യൂട്രൈൻ പതോളജി, അല്ലെങ്കിൽ സിവിയർ ഡിസ്മിനോറിയ ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ സിംറ്റം കിട്ടും. പെയിൻ ഫ്യൂ മിനിറ്റ്സ് ആഫ്റ്റർ മെച്ചുറേഷൻ. സബ്സപ്പറിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ. പ്രൂണോസ്പൈനോസ ആണെങ്കിൽ യൂറിൻ പാസ് ചെയ്ത് വന്നിട്ട് ഗ്ലാൻസ് പെനീസിന്റെ അവിടെ വന്നിട്ട് അത് തിരിച്ചു പോകും, പുറത്തോട്ട് പോകത്തില്ല. അപ്പൊ പേഷ്യന്റ് അതേ പിടിച്ചൊന്ന് നെക്കിയാലേ പോകത്തുള്ളൂ. സ്റ്റാഫിസാഗ്രി ആണെങ്കിൽ യൂറിൻ പോയി കഴിഞ്ഞ് വേദനയും ഡ്രിപ്പിങ്ങും ഉണ്ടാവും. വിഡോർണത്തിനും അതുപോലെ തന്നെയാണ്. അപ്പൊ ആ കമ്പാരിറ്റീവ്ലി ഈ ഒരു ഫ്യൂ മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി ഇതിന് മാത്രമുള്ളതാണ്. മറ്റൊക്കെ അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചാൽ കുറച്ചുകൂടി ഫലപ്രദമായിരിക്കും. Then male symptoms, want of sexual desire, aversion to sex, penis relaxed despite sexual excitement, erection without amorous thoughts. ഒരു ലൈക്കപ്പോഡിയത്തിന്റെ അച്ഛനായിട്ട് വരും. ലൈക്കപ്പോഡിയ ഇതുപോലെ തന്നെയാണ്. ഇപ്പം ലൈക്കപ്പോഡിയായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒത്തിരി ഗാസ്ട്രിക് കാര്യങ്ങളുണ്ട്. ഇതിന് ബ്യൂട്ടൽ ഫ്ലാറ്റസ് വിതൗട്ട് റിലീഫാണ്, മറ്റേതിന് റിലീഫുണ്ട്. കോൾഡ് റിലീഫാണ്, ലൈക്കപ്പോഡിയം വാം റിലീഫാണ്. അങ്ങനെയുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ച് നമ്മൾ വെക്കുവാണെങ്കിൽ ഈ സെക്ഷൽ ന്യൂറാസ്തീനിയയ്ക്ക് നമുക്ക് കൊടുക്കാം. ഈ എനി മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, കണ്ടിന്യൂസ് സ്റ്റിമുലേഷൻ ഓർ ഹിസ്റ്ററി, മാഗ്നറ്റിക് വരുന്ന എവിടെയൊക്കെയാ, എക്സ്റേ, റേഡിയേഷൻ, അതുപോലെ തന്നെ CT സ്കാനിങ്, ദെൻ ഈ സോളാർ പാനൽ ഉണ്ടാക്കി കുറെ കാലമായിട്ട് അത് ചെയ്യുന്നവര്. അങ്ങനെ ഇലക്ട്രിക്കൽ എക്സ്പോഷറിങ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നമ്മൾ കൊണിയൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ നല്ലതാണ്. നൊക്ടേണൽ എമിഷൻസ് വിതൗട്ട് എനി കോസ് ഇൻ ഓൾഡ് പീപ്പിൾ. സെമൻ ഇല്ലാത്ത കാലത്ത് എമിഷൻ ഉണ്ടാകുക. ഒരു 75-80 ഒക്കെ ആയി കഴിയുമ്പോൾ ആ ഒരു ഡിസയറും തോട്ട്സും കൊണ്ടിട്ട് ഒരു സെൻസേഷൻ വരും. അപ്പൊ ആ ഏജിൽ നമ്മൾ ശരിക്കും ഒരു സൈക്കോ അല്ലെങ്കിൽ ഒരു തോന്നലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജോ മാത്രമേ കാണത്തുള്ളൂ. സെമൻ ജെനിസിസ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുള്ള നൊക്ടേണൽ സെമിൻ എമിഷനാണ് കൂടുതൽ. ഇനി അഡലസൻസിൽ വരുന്നതാണെങ്കിൽ തൈമോളാണ് മെഡിസിൻ. തൈമോൾ വളരെ എഫക്റ്റീവ്. ബേണിംഗ് സ്പെർമാറ്റിക് വെസൽസ് വിച്ച് എക്സൈറ്റ് സെക്ഷൽ ഡിസൈർ. കലേഡിയത്തിന്റെ പ്രൂറൈറ്റിസ് വൾവയിൽ ഇച്ചിങ് കോസ് ഡിസയർ എന്ന് പറയും പോലെ സ്പെർമാറ്റിക് വെസൈഡിലുള്ള ബേണിംഗ് പെയിൻ ഡിസയർ ഉണ്ടാക്കുന്നു. പാരാഫൈമോസിസ്, റിട്രാക്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ എൻറ്റയർലി ബിഹൈൻഡ് ദി ഗ്ലാൻസ് പെനിസ്, എപ്പിഡിഡിമൈറ്റിസ്. അപ്പൊ എപ്പിഡിഡിമൈറ്റിസിന് ബേണിംഗ് പെയിൻ ഉണ്ട്. തൊടുമ്പം നമ്മുടെ കൈ, നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമ്മുടെ കൈ തട്ടിക്കളയുക, അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന ഒരു അനുഭവം പേഷ്യൻസിന് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മാഗ്നറ്റിസ്. Then metrorrhagia in old people. മെനോപോസ് കഴിഞ്ഞിട്ട് ഒരു 65 ഒക്കെ വരുമ്പോൾ വിത്ത് പതോളജി ഓർ വിതൗട്ട് പതോളജി മെട്രേജിയ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ സ്വാഭാവികമായിട്ടും അനീമിയ വരുമ്പോഴുള്ള വെർട്ടിഗോ ഡ്യൂറിങ് വാക്കിംഗ്,
അതൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ പ്യൂട്ടഡ് ഫ്ലാറ്റസ്, ക്ലോട്ടഡ് ഹെമറേജ്, seizure and bleeding 2 days after which return, and with imposing to magnetic surfaces. Magnetic surface എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാഗ്നറ്റിക് സ്റ്റിമുലേഷന് വിധേയമാകുന്നതിന് എക്സ്പോസ് ചെയ്തിട്ട് വരുന്നതിന് മാത്രമാണ് മാഗ്നറ്റിക് പോളസ് ഫലപ്രദമായിട്ട് മരുന്ന്. അങ്ങനെ റയറായിട്ട് ഏതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൽ കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്യുന്ന ഏതെങ്കിലും ജോലിയുള്ളവര്, അല്ലെങ്കിൽ IT ഫീൽഡിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നവര്, അതുപോലുള്ള ഏതെങ്കിലും മാഗ്നറ്റിക്, ഈവൻ ടെലിഫോൺ, നമ്മുടെ ഫോൺ തന്നെ ഓവർ യൂസ് ചെയ്യുന്നവരിൽ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഈ മെട്രേജിയയ്ക്ക് ഫലപ്രദമായിരിക്കും. ക്ലോട്ടഡ് ഹെമറേജ്, ആസ്മ, കഫ് വിത്ത് ഷോക്കിംഗ് ഇൻ ചെസ്റ്റ് വിത്ത് ഇമോസ്റ്റൈസിസ്. ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ മരുന്നിനാണ് ഷോക്ക് ഉള്ളത് ഒന്ന് പറയും. ഇപ്പൊ ആസ്മയില് ഓരോ ചുമയ്ക്കും ഡിസ്നിയ ഉണ്ടാവും, ചുമയ്ക്കുമ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ചെസ്റ്റ് പെയിൻ കാൻ കോസ് സിങ്കോപ്പ് ഓർ ഫെയിന്റിങ്, അത്രയും ഷോക്കാണ്. എസ്ക്ലിപ്പിസ് ട്യൂബറോസ സെക്കൻഡ് മെഡിസിൻ, കാലി സൈനേറ്റം തേർഡ് മെഡിസിൻ, ഈ മാഗ്നറ്റിസ് പോളസ് ഫോർത്ത് മെഡിസിൻ. ഇതിനൊക്കെ ചുമയ്ക്കുമ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെ ശ്വാസം വിടാതിരുന്നു വരും. അതിൻ്റെ കൂടെ ടെമസിസും ഉണ്ടാകും. ആസ്മ ഡ്യൂ ടു മ്യൂക്കസ് ഇൻ ചെസ്റ്റ്. ബാക്കി ചുമയൊന്നുമില്ല ഡോക്ടറെ, കഫം വന്നിട്ട് എനിക്ക് വരും, ചുമയ്ക്കുമ്പോൾ വേദനയുണ്ട്. ബാക്കിംഗ് ഇൻ ദ മോർണിംഗ്. പുറത്ത് നടക്കാൻ ഇഷ്ടമില്ലെങ്കിലും കോൾഡ് അഗ്രവേഷൻ ആണ്. അപ്പൊ നടക്കാൻ ഇഷ്ടമില്ലെങ്കിലും പുറത്ത് പതുക്കെ നടക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസമുള്ളത്. ബാക്ക് ലംബറോ സാക്രൽ പെയിൻ. ഇതിന്റെ മാഗ്നറ്റിസ് പോളസിന്റെ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇത് ഈ റൊമാറ്റിക് ആർത്തറൈറ്റിസിലൊക്കെ നമ്മുടെ കോൾസിക്കത്തിന്റെ പോളിനോറൈറ്റിസും പെരിഫൽ ന്യൂറൈറ്റിസും ഒക്കെ വരുന്നിട്ട് നമ്മൾ കയ്യിൽ നിന്ന് തൊടാൻ പോലും പറ്റത്തില്ല. അവരുടെ കൈയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഫിംഗർ ഇങ്ങനെ കൊണ്ടുവരത്തുള്ളൂ. തമ്മി മുട്ടാൻ അവർക്ക് വേദന കൂടും. അത് ഈ മാഗ്നറ്റിസ് പോളസിന്റെ ഒരു സിംറ്റമാണ്. കൈ മുട്ടാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ കിടക്കുമ്പോൾ ഒന്നിന്റെ പുറത്ത് കാല് കയറ്റി വെക്കാൻ പറ്റത്തില്ല. രണ്ട് കാർട്ടിലേജസ് തമ്മി മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ വേദന. ഈ രണ്ട് റയർ പെക്യൂലർ സിംറ്റംസ് ആർത്രൈറ്റിസ് കിട്ടുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാതെ തന്നെ മാഗ്നറ്റിസ് പോളസ് സിംഗിൾ മെഡിസിൻ ആയിട്ട് കൊടുത്താൽ ബാക്കി എൻ്റെ റുമാറ്റിക് പെയിൻ കുറയും, സ്വെല്ലിങ്ങും കുറയും. അവിടെ കൊളോഫൈലം, കോൾച്ചിക്കം, ഗെറ്റിസ്ബെർഗ് വാട്ടർ, പിന്നെ ലിത്തിയം കാർബ്, ഇങ്ങനെയൊക്കെയുള്ള മെഡിസിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ചെയ്യാവുന്നത്. ലംബോസേക്കൽ പെയിൻ ഇൻ ദ മോർണിംഗ്, ലൈങ് ഓൺ സൈഡ് സ്റ്റോപ്പിംഗ്, ലോങ് ടൈം സ്റ്റോപ്പിംഗ്, അതിനൊക്കെ ഒത്തിരി വേറെ മെഡിസിൻസ് ഉണ്ടല്ലോ. ഇതിന്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ഷോക്ക് ഓർ ജെർക്ക് ലൈക്ക് പെയിൻ ഇൻ ദി നടുവെട്ടലം നമ്മൾ മലയാളത്തിൽ പറയത്തില്ല. നടു വെട്ടിക്കഴിഞ്ഞാൽ എന്തോ ഇരിക്കുന്നു, മിണ്ടാൻ പറ്റത്തില്ല, അനങ്ങാൻ പറ്റത്തില്ല, ശ്വാസം പിടിച്ച് നിന്ന് പോകും. സാധാരണഗതിയിൽ നമ്മൾ ഹോമിയോ ഡോക്ടർമാരെ ഇട്ടേച്ചും പോകും. നമ്മുടെ റെസ്റ്റ് ബോക്സിനകത്ത് അത് നിൽക്കത്തില്ല. പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ ഡോക്ടറെ പിന്നെ എനിക്കൊന്ന് പൊങ്ങാൻ, ശ്വാസം വിടാൻ പറ്റിയെന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാവുന്ന രണ്ട് മെഡിസിനാണ്. ഒന്ന് അറേണിയ ലോക്സോയും, രണ്ട് മാഗ്നറ്റിസ് പോളസ്. രണ്ടും എഫക്റ്റീവ്. നമ്മുടെ ചേംബറിൽ ഇരുത്തിയിട്ട് നമ്മളൊരു 1 10 ഇതിന്റെ പൊട്ടൻസ് കൊടുത്ത് അരമണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ പുഷ്പം പോലെ എഴുന്നേറ്റ് പോകുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. നടുവെട്ടൽ, നമ്മുടെ നാടൻ കൊളോക്കൽ ഭാഷയെ പറഞ്ഞാൽ അറസ്റ്റ് ബ്രീത്തിങ് എന്നാ പറയും. അത്രയും സിവിയർ ആയിരിക്കും. പിന്നെ ഈ സംതിങ് ലൈക്ക് ബേണിംഗ് പെയിനിന് ഹീൽ കോൾഡ് ഡാമ്പ്. അപ്പൊ ഹീലിംഗിൽ നമ്മളെ ഹീൽ പെയിനിൽ ഏതാണ്ട് ജീവനുള്ള സാധനം ഇരുന്ന് നിരക്കുന്ന പോലെ. അപ്പൊ ഹീൽ പെയിന് നമുക്ക് 4-5 കമ്പാരിറ്റീവ് ഡിഫറൻസ് എന്തൊക്കെയാ? ഒന്ന്, സൂചി കുത്തിക്കയറ്റണ പോലെ, നീഡിൽ പിയേഴ്സിങ് പെയിൻ. രണ്ട്,
സ്റ്റോൺ റോഡിൽ കൂടെ ചെരുപ്പില്ലാതെ റോഡ് റഫായിട്ട് കിടക്കുന്ന കല്ലുള്ള റോഡിൽ നടക്കുന്നത് പോലെ രണ്ട് വിങ്ങല് അതിന്റെ കൂടെ ഉള്ളതാണ് ബേണിംഗ് വിത്ത് സംതിങ് അല്ല. ഈ 4 കമ്പാരറ്റീവ് മെറ്റീരിയൽ നമുക്ക് ഹീൽ പെയിനിൽ ഇത് ഉപയോഗിക്കാവുന്നത്. ദെൻ സ്നോറിങ്, ടോക്കിംഗ് ഇൻ സ്ലീപ്പ്, ടൂസിങ് അബൌട്ട്. അപ്പൊ സോമനാംബുലിസം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ജോലി ചെയ്യുമ്പോൾ അറിയാതെ അവർ ഒച്ചയില് ആ കൺസേൺഡ് ജോലിയായിട്ട് ബന്ധമില്ലാതെ സംസാരിക്കും. അത് രാത്രി ഉറക്കത്തില് സിവിയർ സ്നോറിങ്, നമ്മുടെ ബെറേറ്റാമോറ്, അമോണിയം മോറ് തുടങ്ങിയിട്ടുള്ള നമ്മൾ സാധാരണ സ്നോറിങ്ങിന് കൊടുക്കുന്ന മെഡിസിനേക്കാൾ കൂടുതൽ സ്ലീപ്പിൽ ടോക്കിംഗ് ഉണ്ടെങ്കിൽ, എഴുന്നേറ്റ് നടക്കുമെന്നുണ്ടെങ്കിൽ, റെസ്റ്റ്ലെസ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ വി ക്യാൻ ട്രൈ വിത്ത് മാഗ്നറ്റിക് ഫോഴ്സ്. Wake up in 3 a.m. and sleep in the morning with one hand below the occiput and other on the abdomen. These are slightly apart. And ആ പൊസിഷൻ പറഞ്ഞത് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള പൊസിഷൻ ഏതൊക്കെ? ഇത് ഒരു കൈ തലയുടെ താഴെ വെക്കും, ഒരു കൈ വയറിന്റെ പുറത്ത് വെച്ചിട്ട് കാല് പൊക്കി. ദിസ് മാഗ്നസ് പോളസിന്റെ പൊസിഷൻ. 2 കൈയും പൊക്കി വെക്കും, 2 കാലും കയറ്റി വെക്കും. ഏതാ? കാഴ്ചനോസിൽ. 2 കൈയും പൊക്കി വെക്കും, 2 കാലും എപ്പോർട്ടായിട്ട് അകത്തി വെച്ച് കിടക്കും ഫ്ലാറ്റിന്. അങ്ങനെ ഒരു 2 കൈയും തലയ്ക്ക് മുകളിൽ വെച്ച് പൾസാറ്റിലേക്കും കിടക്കും. അപ്പൊ ആ കമ്പാരിസണിൽ ആസ്മയിലോ റൂമറ്റോഡ് ആർത്രൈറ്റിസിലോ റുമാറ്റിസത്തിലോ വേറെ ഗാസ്ട്രിക് കംപ്ലൈൻസിലോ അല്ലെങ്കിൽ ബോർഗറികംസിലോ CA സ്റ്റൊമക്കിലോ അൾസറേറ്റീവ് സ്റ്റൊമറ്റൈറ്റിസിലോ ഗാസ്ട്രൈറ്റിസിലോ ഒക്കെ നമുക്ക് ഈ സിംറ്റം കൂടെ കിട്ടുവാണെങ്കിൽ വളരെ ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്താ? ഹാഫ് ഓപ്പൺ ഡൈ വിത്ത് മട്ടറിങ് ആൻഡ് സൗണ്ട്. ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോഴും ഉറക്കത്തിൽ ഇവർക്ക് ഈ മട്ടറിങ്, സ്നോറിങ്. ഇപ്പൊ നമ്മൾ ഒത്തിരി മെഡിസിൻ പഠിക്കുമ്പോഴും കമ്പാരിറ്റീവ്ലി ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സ്പെസിഫിക് ആയിട്ട് ഈ മാഗ്നസ് പോളസിലാവുള്ളൂ. അമറസ് ഡ്രീംസ് ഓഫ് എമിഷൻ വിതൗട്ട് ആക്ച്വൽ എമിഷൻ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഉണ്ടാകുന്ന പറയും. അപ്പൊ പതോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി നമുക്ക് അത് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഏജിലല്ലായിരിക്കും ഇത് പറയും. ദെൻ ജർക്കിംഗ് ഓഫ് ബോഡി സ്ലീപ്പ്, സ്ലീപ്പില് ജർക്കി. ഇപ്പോ ഇത്രയും നെർവസ് സിംറ്റംസ് കവർ ചെയ്യുന്ന വളരെ ചുരുക്കം മരുന്നുകളിൽ ഒന്നാണ് മാഗ്നറ്റസ്. ഷണ്ടറിങ് ഓൾ ബോഡി വിത്ത് സ്വെറ്റ്, ഹീറ്റ് വിതൗട്ട് തേഴ്സ്റ്റ് അറ്റ് നൈറ്റ്, ഷേറ്റ് ബി അൺകവറിങ്. ഫീവറിൽ ചെറുതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദെൻ സ്കിൻ നോട്ട് ഈയിടെ ഒരു 4-5 ആഴ്ചക്ക് മുമ്പ് ഒരു റിട്ടയേർഡ് എഞ്ചിനീയർ, കഴിഞ്ഞ 10-12 വർഷമായിട്ട് അദ്ദേഹം സകല ആയുർവേദ ഹോമിയോപ്പതി അദ്ദേഹം ചെയ്തില്ലെന്ന് പറഞ്ഞു. അലോപ്പതിയിലൊക്കെ ഉള്ള ആളുകളെ കണ്ടു. അദ്ദേഹം പറയണത് ഈ ശരിക്കും പ്രിക്കിംഗ് പെയിൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു കറുത്ത തലയുണ്ട് ബോയിൽസ്. അപ്പൊ അത് സെബേഷ്യസ് സിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫേമസ് ആയിട്ടുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റുമാരും സെബേഷ്യസ് സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ചൊറിഞ്ഞ് പൊട്ടിച്ച് ഈ കറുത്ത സാധനം എടുത്തു കഴിയുമ്പോൾ കുറയും. അപ്പൊ ശരീരം മുഴുവൻ കറുത്ത പാടും. നമ്മൾ കേസ് എടുത്ത് വന്നപ്പോ ശരിക്കും മെർസോളാണ് നമുക്ക് ആ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ആഫ്റ്റർ ഹീലിംഗ്, ചില്ലി പ്ലസ് ഫാം പ്ലസ് ഫാം. പക്ഷെ ഈ പ്രിക്കിംഗ് ഒക്കുന്നില്ല. അപ്പൊ പ്രിക്കിംഗ് പെയിൻ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, പ്രിക്കിംഗ് പെയിനാന്ന് പറയും. നമ്മുടെ മാഗ്നറ്റിക് പോളസ് കൊടുത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് റിലീഫ് കിട്ടുന്നുണ്ട്. അത്രയാണ് മാഗ്നറ്റിക് പോളസ് വിത്ത് കമ്പാരിസൺ ആണ് നമ്മൾ പറഞ്ഞത്. വേറെ 2 മെഡിസിൻ കൂടെ ഉണ്ട്. നമുക്ക് സൗകര്യം പോലെ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ തീരത്തില്ല. എനി ഡൗട്ട് സോ ഫാർ? എന്റെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ മെഡിക്ക വിത്ത് മാഗ്നറ്റിക് പോളസ് എന്ന ന്യൂ റെയർ മെഡിസിൻ ഒന്നും അല്ല. പോളിക്രിസ്റ്റിനേക്കാളിലും നല്ലപോലെ ആക്ട് ചെയ്യുന്ന ഒരു പോളിക്രിസ്റ്റ് മെഡിസിൻ ആണ്. സിഫിലിറ്റിക് മെഡിസിൻ ആണ്.
ക്യാൻസേഴ്സ് ഇൻഫ്ലേഷന് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ്. നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആക്ഷൻ ഉള്ള ഒരു മെഡിസിനാണ്. എൻ്റെ അനുഭവത്തിൽ ഒത്തിരി ഗുണം കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്പാടി ഡോക്ടറുടെ ഒക്കെ അനുഭവം ഉണ്ടായിരിക്കുമല്ലേ, അനുഭവങ്ങൾ പറയാൻ. സാറേ, ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടറെ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. നമുക്ക് ഈ സ്ക്രീൻ ഷെയറിംഗ് അങ്ങ് ഓഫ് ചെയ്താലോ സാർ? ഓക്കെ. മുഴുവൻ പോയല്ലേ? ഓക്കെ, ചോദിച്ചോളൂ. ഭദ്രൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ. ഇതില് സ്റ്റൊമക്കിന്റെ സിംറ്റംസ് പറഞ്ഞതില് ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ, എച്ച് പൈലോറി ഗ്യാനും മാഗ്നറ്റിസ് പോളസ് ആകുമ്പോൾ പിന്നെ വേറെ മെഡിസിൻ കൂടെ പറഞ്ഞത് കേട്ടില്ല. അതാണ് ഏതാ? എബിസ്നാഗ്രാണ്. ഞാൻ ഈ മെഡിസിൻ മാഗ്നറ്റിസ് പോളസ് ആർട്രൈറ്റിസും ആർട്ടിക്കസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആംബോ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി നോക്കാം, ഇനിയാലും വാങ്ങിച്ചു നോക്കാം. ഡോക്ടറെ ഡെഫിനറ്റ് നല്ല ആക്ഷൻ കിട്ടും. നല്ല എനിക്ക് കുറെ കേസുകളിൽ എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആസിഡിറ്റി നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം നമ്മൾ അങ്ങനെയുള്ള കേസിൽ ഇപ്പൊ എബിസ്നാഗ്ര തന്നെയാണെങ്കിലും ടിഞ്ചർ ഞാൻ ഒരു 2 തുള്ളി 30 ml വെള്ളത്തിലിട്ടിട്ട് അത് 10 തുള്ളി 30 ml വെള്ളത്തിലിട്ട് കഴിക്കാനാ പറയുന്നത്. അവിടെയാണ് അതിന്റെ ആക്ഷൻ ഉള്ളത്. അപ്പൊ ഈ മാഗ്നറ്റിസം ഈ കേസിലാണ് നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ അത്രയും മൈന്യൂട്ട് ഒരു 4 drops in 30 ml 10 drops 4 times ഡെയിലി കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ബട്ട് ഇനി റുമാറ്റിസൈറ്റ് ടു റിപ്പീറ്റ് ഫ്രീക്വന്റ്ലി 30. അങ്ങനെ ഗാസ്ട്രൈറ്റിസിന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എച്ച് പൈലോറയിലേക്ക് ഇപ്പൊ എച്ച് പൈലോറോ കിട്ടും കേട്ടോ. നമുക്ക് 1M 10M CM 50M ഒക്കെ കിട്ടും. പിന്നെ ഇതിന്റെ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് പാൻക്രിയാറ്റിനം 3x ടാബ്ലറ്റ് 3 ഗുളിക 30 ml വെള്ളത്തിൽ കലക്കി 1 സ്പൂൺ കൊടുത്താൽ വേദന കുറയും. സിവിയർ ആയിട്ട് വേദന വരുവാണ്. ഏതാണ്? പാൻക്രിയാറ്റിനം 3x ഒരു ആന്റിസ്പാസ്മോഡിക് മെഡിസിൻ ആണല്ലോ. അപ്പം വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം ഉപയോഗിച്ച് നോക്കുകയാണ്. നല്ല ഇതൊക്കെ ട്രൈ നോക്കാത്ത മെഡിസിനാണ്. ട്രൈ ചെയ്യും, അതിന്റെ റിസൾട്ട് ഞാൻ പിന്നെ ഒരിക്കൽ പറയുകയും ചെയ്യും. അതെ, സർക്കാർ സർവീസ് കയറിയിട്ട് പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പൊ 40-45 വർഷം ആയില്ലേ? 50 വർഷം ആകുമ്പോൾ അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ട കാലം കവിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എത്രാമത്തെ വോളിയമാണ് ബോറിക്ക്? അത് 3 വോളിയം ആയുള്ളൂ. ആയിട്ടുള്ളില്ലേ? മിനിമം 6 സമയം കഴിഞ്ഞു. അത് 1 2 തവണ ബൈൻഡ് ചെയ്തു, അതുകൊണ്ട് അല്ലെങ്കിൽ അതെ അതെ, ഓരോരുത്തരുടെ ഈ നിസ്കരിക്കുന്നവരുടെ മുട്ടി തഴമ്പ് നോക്കണ പോലെ ബോറിക്കിന്റെ എണ്ണമാ സർവീസിന്റെ കൗണ്ടിങ് പോലെ. അതെ അതെ, പ്രാക്ടീസ് ചെയ്യുന്നവർ. ഓക്കെ. ഇനി ആർക്കാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാൻ? ഇനി ഭദ്രൻ ഡോക്ടർ പറഞ്ഞ പോലെ ഇനി ആരെങ്കിലും ഉണ്ടോ അഭിപ്രായങ്ങൾ പറയാൻ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ സംസാരിക്കാം. അമ്പാടിയമ്മയുണ്ട്, IUPH ടെക്, എനിക്ക് തോന്നുന്നു അനിൽകുമാർ ഡോക്ടർ ആയിരിക്കും. നമസ്കാരം. പിന്നെ ഡോക്ടർ അനിൽകുമാർ. പറയൂ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ അരേനിയ ഇസിലോക വരുത്തി കൊടുത്തു നോക്കി. റിസൾട്ട് ഉണ്ട്. 30-200 ഒക്കെ വരുത്തി. കൊള്ളാം, റിസൾട്ട്. ഇപ്പൊ അടുത്തത് മാഗ്നറ്റിക് പോളിസ് സംഭവം ട്രൈ ചെയ്ത് നോക്കാം. ഡോക്ടറെ സക്സസ് ഉണ്ടാവും. നോക്കാം, ഇത് ഹോമിയോപ്പതിയുടെ ട്രഷർ ആണല്ലോ. IUPHന്റെ ട്രഷറർ ഹോമിയോപ്പതിയുടെ ട്രഷർ ഉപയോഗിക്കുക. അയ്യോ, ആയിക്കോട്ടെ. നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പ് എത്തുന്ന ഒരു വർക്കാണ്. ഹോമിയോപ്പതി കൊണ്ട് എന്ത് സാധിക്കും എന്നാണ് സാറ് പറയുന്നത്.
അപ്പൊ അത് പിന്നെ പബ്ലിക്കിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതെ അതിങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒരു അതെ, തമാശരു വേണ്ടി നാളെ വൈകിട്ടൊരു ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് പബ്ലിക് അറിയണമല്ലോ. അതെ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അതെ ഇരുന്ന് അതെ ബിസിനസ് അതെ പറയണ അതെ. പോലെ. അതെ അല്ലെ നമ്മുടെ ഒരു മുൻഗാമികൾ ചെയ്തതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ തീർച്ചയായും താങ്ക് യു സാർ. ഉം. ഓക്കെ അമ്പാടി അനിൽകുമാർ. ഡോക്ടറുടെ അതെ അമ്പാടി ഡോക്ടറുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈയിടെ ആൻഡമാൻ നിക്കോബാറില് ഹോമിയോ കഥകൾ പറഞ്ഞ ആളുകളെ വിഷമിപ്പിച്ചെന്നോ സൂചിപ്പിച്ചെന്നോ സന്തോഷിപ്പിച്ചെന്നോ ഒക്കെ ഒരു ന്യൂസ് കേട്ട് നേരാണോ? അതെ അമ്പാടിയമ്മ പോയെന്നോ ഈ സ്ക്രീൻ ഓഫ് ആയില്ലല്ലോ സാറേ, ഉണ്ടെങ്കിൽ എല്ലാരെയും കാണാമായിരുന്നു. ആണോ? സ്ക്രീൻ ഓഫ് ആയി. അതിനെന്ത് ചെയ്യണം? സ്ക്രീൻ ഷെയർ. അനിൽകുമാർ ഡോക്ടർ പോയോ? വല്ലതും കൂടെ പോയി. ഞാനുണ്ട് നോക്കട്ടെ. ഈ സ്ക്രീൻ ഷെയർ ഒന്ന് ഓഫ് ചെയ്യേ. എല്ലാം പോയല്ല. റീപ്ലേസ് കറണ്ട് ഷെയർ കൊടുത്താൽ മതിയോ? അതെന്തോ ഇപ്പൊ കുറച്ചുകൂടെ വന്നു. ആയിക്കോട്ടെ. പോയില്ലല്ലോ. സോയായി പെൺ ഡോക്ടറെ പറ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ സോയ ഇപ്പം ഡോക്ടറെ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ശരി. സാറേ ഇത് ഹിയറിംഗ് ലോസിന് എങ്ങനെയാ ഇതിന്റെ ഉപയോഗം? ഹിയറിംഗ് ലോസിൽ ടിനിറ്റസിന് ഹമ്മിങ് സൗണ്ട് ഉണ്ടെങ്കിൽ ഇത് എഫക്റ്റീവാ. ഹമ്മിങ് സൗണ്ട് വേണം. ഹമ്മിങ് സൗണ്ട് ഒക്കെ ഉണ്ട്. ഇങ്ങനെ സ്ട്രോക്ക് കേസാണ്. അപ്പൊ സ്ട്രോക്ക് കേസിൽ നമുക്ക് ഇങ്ങനെ വന്നാലും കൊടുക്കാൻ പറ്റുമോ? സ്ട്രോക്ക് കേസിൽ വന്നെങ്കിൽ കോസ്റ്റിക്കം കൊടുത്താൽ മതി ഡോക്ടറെ. കോസ്റ്റിക്കം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആ സ്റ്റാഗറിംഗ് വാക്കിംഗ് ഒക്കെ കക്ഷിക്കുണ്ട്. ഉണ്ടെങ്കിൽ എഫക്റ്റീവ് ആണ്. ഇല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവർക്ക് നമുക്കിവിടെ സിനിയമാഴ്സും കോസ്റ്റിക്കുമാണ് എഫക്റ്റീവ്. ഒരുവിധം ക്ലിക്ക് ചെയ്യും. ഇതിനകത്ത് സ്റ്റാഗറിംഗും ട്രെംബ്ലിങ്ങും ഷഡറിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഗ്നറ്റിക് പോളസ് എഫക്റ്റീവാ. 200 2 ഡോസ് കൊടുത്തിട്ട് ഒരു വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സിംസം ബെറ്റർ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. 200 കൊടുക്കുക. മറ്റേ ഈ ചിനിമാഷൊക്കെ ആണെങ്കിൽ ലോ പൊട്ടൻസി ആണോ അതോ ഹൈ പൊട്ടൻസി ഒക്കെ ആണോ? 30 കൊടുത്താൽ 30 കൊടുക്കുക. താങ്ക് യു ഡോക്ടർ. ഓക്കെ സോയ ഇപ്പം ഡോക്ടർ. ഇനി ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ ഇടയ്ക്ക്. ധനേഷ് ഡോക്ടർ പോയോ? ധനേഷ് ഡോക്ടർ പോയോ? പോയില്ല. ഉണ്ട്. ധനേഷ് ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടറെ പറയൂ ഡോക്ടറെ. ധനേഷ് ഡോക്ടർ കോഹോസ്റ്റ് ആണല്ലോ. ധനേഷ് ഡോക്ടർ ഞാൻ കോഹോസ്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അന്നേരം ഹാൻഡ് റൈസ് ചെയ്ത്. അതിമനോഹരമായ ഒരു ചെറിയ മരുന്നാണെന്ന് നമുക്ക് തോന്നിയെങ്കിലും അത് സംഭവം ചെറുതല്ല. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് സാറി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കാരണം ഇതൊക്കെ എന്ത് പഠിക്കുന്നു, ഇതിന് എന്ത് ചെയ്യാനാണെന്ന് പലപ്പോഴും അത് നമുക്ക് മനസ്സിലാവില്ല. ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ഈ ഷാർപ്പ് പിച്ചാത്തി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ മുറിക്കുന്നത്, അതുപോലെയാണ് സാർ ഇന്ന് ഈ വേദിയിൽ ഈ മാഗ്നറ്റിക്കിന്റെ ഫസ്റ്റ് പാർട്ട് എടുത്തത്. അപ്പൊ ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടും ഒക്കെ വരാനുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അതുകൂടെ കേൾക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. സെക്കൻഡും തേർഡും ഉണ്ട് സാറേ. സൗകര്യമായിട്ട് സമയം കണ്ടെത്തി വരാം. വല്ലപ്പോഴും വിളിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അതെ സമയം ഇപ്പൊ കുറവാ. അതെ അതെ, അല്ല എങ്ങനെ ഇത്രയും സമയം കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെപ്പം മെസ്സേജ് അയച്ചാലും അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോ സായി പ്രയാഗിൽ പോകേണ്ടി വരും. ഇപ്പൊ ഞങ്ങള് ക്യാൻസർ ഒക്കെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ലക്ഷ്മി ഡോക്ടർ നോക്കിയാൽ മതിയാകും. എന്നാലും ചിലപ്പോ അച്ഛനെ കാണണമെന്നും പറഞ്ഞൊരു കരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പോവും സന്ധ്യയാകുമ്പോ. നല്ലതാണത് എപ്പോഴൊരു അതെ. മൊത്തത്തിൽ സിസ്റ്റത്തിന് നല്ലതാണ് ഈ ഡോക്ടർ.
ഒരു ഡോക്ടർക്ക് മാത്രമല്ല അതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നത്. അല്ല ഡോക്ടർ, ഇന്ന് എറണാകുളത്ത് നിന്ന് ഒരു ഹോമിയോ ഡോക്ടറെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫോർ സ്റ്റേജ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ ആയിരുന്നു, ഗാസ്ട്രിക്. അത് ഭയങ്കരമായിട്ട് സിവിയർ അസൈറ്റിസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ അഡ്മിറ്റ് ചെയ്ത് 6.5 ലിറ്റർ ഉണ്ടായിരുന്നു, അത് മാറ്റി ആൽബുമിൻ കയറ്റി നമ്മൾ അവരെ വൈകിട്ട് സന്ധ്യയായപ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് മറ്റേ മെഡിസിൻ ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ വിട്ടു. അപ്പൊ അങ്ങനെയൊക്കെ നന്മ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്, ആർക്കെങ്കിലും ഒക്കെ ഉണ്ട്. പ്രവർത്തനമൊക്കെ നന്നായി നടക്കുന്നുണ്ടാവും സാറേ. പിന്നെ സ്വാമിയുടെ കൃപ കൊണ്ട് പേഷ്യൻസ് ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പോകേണ്ട ഹൗസ്ഫുള്ളാണ്. ഞങ്ങള് കാർഡിയോളജി തുടങ്ങി, ഇനിയിപ്പോ ഒരു ക്യാൻസർ വിഭാഗം തുടങ്ങുന്നുണ്ട്. ഡോക്ടർ അതുൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുൽ എന്ന് പറയുന്നത് ഡോക്ടർ സായിയുടെ ക്ലാസ്മേറ്റ് ആണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജനാണ്. ഇപ്പൊ സെന്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും ദിവസം ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ FNAC ഒക്കെ നമുക്ക് കുറച്ചുകൂടെ വിഷമമില്ലാതെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. FNAC ഇപ്പൊ ബ്രസ്റ്റിലൊക്കെ നമുക്ക് പാപ്പഴ ഇല്ലാതെ ചെയ്ത് എടുക്കാവുന്ന വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പൊ ആർക്കെങ്കിലും FNAC ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വിട്ടാൽ മതി. വളരെ സേഫായിട്ട് വലിയ കോസ്റ്റ് ഇല്ലാതെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു നന്മയാകും. നമ്മളിപ്പോ ലങ് പ്ലൂറസി ആസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്, അസൈറ്റിസ് ആസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടറെ, സാറേ ഈ ആസ്പിറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലേ വീണ്ടും ഫ്ലൂയിഡ് ഫോം ചെയ്യാതിരിക്കാൻ നമുക്ക് അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമോ ഹോമിയോ മെഡിസിൻ കൊണ്ട്? പിന്നെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, വർഷങ്ങളോളമായിട്ട് വരാതിരിക്കുന്നുണ്ട്. കാലി ഗ്രൂപ്പ് മെഡിസിനാണ് അത് എഫക്റ്റീവ്. കാലി ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് സാറേ? കാലി ഗ്രൂപ്പിൽ വരുന്നത് ഇപ്പൊ അവരുടെ ഒരു നേച്ചർ ഓഫ് ലിവിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കാലി ഗ്രൂപ്പ് ഒരേ കാര്യങ്ങൾ ഇപ്പൊ ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞ ഒരേ കാര്യങ്ങൾ ഒരേ രീതിയിൽ ഒരുപോലെ ചെയ്യുക. ഇപ്പൊ ബീഡി തെറുപ്പുകാരാണെങ്കിൽ ഒരുപോലെ, ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണെങ്കിൽ ഒരേ കാര്യങ്ങൾ ഒരേപോലെ വർഷങ്ങളോളമായിട്ട് ഷെഡ്യൂൾഡ് തെറ്റാതെ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആണ് കാലി ഗ്രൂപ്പിന്റെ ഒരു ബേസിക്. അവർക്ക് ഒത്തിരി അംബീഷൻ ഉണ്ടാകും. അംബീഷന് വിഘ്നമായിട്ട് ഏതെങ്കിലും മക്കളൊക്കെ വരുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് ഇത് ഡെവലപ്പ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണെന്നാണ് വിത്തുൽ ഘോഷ് പറയുന്നത്. അങ്ങനെ എനിക്ക് തൃശ്ശൂരിൽ നിന്നൊരു CA ലങ് കിട്ടിയായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളായിരുന്നു. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് സ്വപ്നം കണ്ട് 3-4-5 വണ്ടി മേടിച്ച് കൃഷിയുണ്ട് എല്ലാം ചെയ്ത് 3 മക്കളെയും പഠിപ്പിച്ചുകൊണ്ട് വന്ന. പക്ഷെ ഒരാള് തെറ്റിപ്പോയി ഒരു ഹിന്ദുവിനെ കിട്ടി, അതോടുകൂടി ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് 3.5 വർഷം കഴിഞ്ഞപ്പം CA ലങ്ങുമായി. വീഡിയോ ഒന്നും വലിച്ചിട്ടില്ല. അത് അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലികാർബിന്റെ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ലീഷൻ, റൈറ്റ് സൈഡിൽ വെക്കുമ്പോൾ അഗ്രവേഷൻ, ലെഫ്റ്റ് സൈഡിൽ വെച്ച് കിടക്കുമ്പോൾ കുറവ് അപ്പർ ലോബിലാണ്. കാലികാർബ് ഇപ്പൊ 01, 02, 03, 04 വിത്ത് പെറംഫോസ് പെറംഫോസ് അല്ല, കൽക്കറിയ ഫോസ് 3x അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട് ബെറ്റർ. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ബ്രയോണിയ, സൈക്കോട്ടിസം ആണെങ്കിൽ പുതക്കേല, പാൻമേണം, തണുത്തതാണ് കഴിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ ബ്രയോണിയ വരും. റൈറ്റ് സൈഡിൽ വെച്ച് കിടക്കുമ്പോൾ വേദന കൂടും. പുതക്കേല ചൂട് കഴിക്കുമെങ്കിൽ ലൈക്കോപോഡിയം വരാം. അപ്പർ ലോബിലാണെങ്കിൽ ഫോസ്ഫറസ് വരും. റൈറ്റ് സൈഡിൽ വെച്ച് കിടന്നാൽ കുറയും. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് റൈറ്റ് സൈഡിൽ വെച്ച് കിടക്കത്തില്ല, ലെഫ്റ്റ് സൈഡിൽ വെച്ചിലും കിടക്കത്തില്ല. ലെഫ്റ്റ് സൈഡ് നേരെ കിടക്കും, ലെഫ്റ്റ് സൈഡിൽ വെച്ച് കിടക്കുമ്പോൾ കൂടും. കാലികാർബും അയഡൈഡും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ചില്ലി പ്ലസ് പാൻ പ്ലസ് ഫാമായിരിക്കും സിബിലിറ്റിക്കാണ്. കാലിയൈഡൈഡ് സാധാരണഗതിയിൽ പ്ലൂറസി ലെഫ്റ്റിലാണ് പറയുന്നത് മാലിഗ്നൻസിയുടെ കൂടെ. ബെസ്റ്റ് സെലക്ടഡ് മെഡിസിൻ ഈസ് കാലിയൈഡൈഡ്. 0-1 തൊട്ട് കൊടുക്കണം. നമ്മുടെ ആന്റിയാഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ അബ്സോർവ് ചെയ്ത് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയും. പിന്നെ ബോത്ത് സൈഡഡ് ആണെങ്കിൽ ഇപ്പോസാനിയം എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ഇപ്പോസാനിയം വളരെ എഫക്റ്റീവ് ആണ്. അത് ഫർദർ പ്രിവെൻഷൻ ഒഴിവാക്കും. പിന്നെ കഫത്തിനകത്ത് രക്തമയമുണ്ട്, ഒഫൻസീവ് ആണെങ്കിൽ ആന്ത്രാക്സിനും വളരെ ഡെപ്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
ഇങ്ങനെ പോകും അതിന്റെ തെറാപ്പറ്റിക്സ്. ഓക്കെ ഇറ്റ്സ് ക്ലിയർ. കുമാര ഓക്കെ ഡോക്ടർ. സാർ, താങ്ക് യു. യെസ്. അപ്പോഴേ ഇന്നത്തെ നല്ല വളരെ മനോഹരമായ വാല്യുബിളായ ക്ലാസ് എടുത്ത മധുസൂദന പണിക്കർ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി സോയ ഈപ്പൻ ഡോക്ടറെ ക്ഷണിക്കും. സോയ ഈപ്പൻ ഡോക്ടർ ഉണ്ടോ? യെസ്, ഞാനുണ്ട്. എനിക്ക് ഉണ്ട്. വളരെ സന്തോഷം. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. സാറിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നു. ഒത്തിരി പുതിയ മെഡിസിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റുന്നു. ഇത് എത്ര വർഷം കഴിഞ്ഞാലും പഠിച്ചു തീരൂലെന്ന് എനിക്ക് തോന്നണേ. ഡോക്ടർ സാറിന്റെ വന്നിരിക്കുന്ന ഇസ്മായിൽ ഡോക്ടർ. നന്ദി കൂടി പറയാമോ? സാറിന് സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എല്ലാവർക്കും വേണ്ടി. അല്ല, ഷൈല ഡോക്ടറെ, ഇസ്മായിൽ സേട്ട് ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് തോന്നണം. ഒന്ന് സേട്ട് സാറിന് സംസാരിക്കാം. സേട്ട് സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഞാൻ പനിയായതുകൊണ്ട് പനിയായിട്ട് അതെ. നല്ല തലവേദനയും എനിക്ക് ഇരിക്കായിരുന്നു. ഈ മധുവിന്റെ കേസായതുകൊണ്ട് കയറിയതാണ് ഞാൻ കേൾക്കാൻ വേണ്ടി. ഓ സാറേ, അപ്പം സന്തോഷം, നമ്മുടെ ഒത്തിരി സന്തോഷം. നാട്ടുകാരനാണല്ലോ, എന്റെ നാട്ടുകാരനാണ്. ജലത്തിന്റെ പേരായിരുന്നു മധു. മാവലിക്കലോ, മാവലിക്കലല്ല, മണ്ണഞ്ചേരി. മണ്ണഞ്ചേരി മാരാരിക്കുളം. മാരാരിക്കുളം. അതാണ് മധുവിന്റെ സ്ഥലം. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് അന്ന് എനിക്കറിയാം. മധുവിന്റെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അതിന്റെ തീരെ ഷോയില്ലാത്തതാണ് വളർത്താൻ പറയാന്നത്. കാര്യങ്ങൾ കേട്ട് വളരെ നന്നായിരുന്നു. ഈ ക്ലാസ്സിലെ പുരോഗതിയുണ്ട്. ഓരോ ക്ലാസ്സിൽ വരുമ്പോഴും പുരോഗതിയാണ് കാണുന്നത്. ഞാൻ എല്ലാവരും അനുഗ്രഹം ഉണ്ടാവും. ഒരർത്ഥത്തിൽ സാറൻ ഞാനൊരു ഗുരുതുല്യനായിട്ട് കാണുകയാണ്. അപ്പൊ കാര്യം മണ്ണഞ്ചേരില് അങ്ങയുടെ എന്റെ ആദ്യത്തെ പ്രാക്ടീസിന്റെ കാലം നമ്മൾ തമ്മിൽ ഒരു 1.5-2 കൊല്ലത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതെ. ഇപ്പം അതേ അങ്ങയുടെ ആശുപത്രി ഡിസ്പെൻസറിയുടെ പുറത്തെ ക്യൂ എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് പ്രത്യേക പ്രയറായിരുന്നു. കാര്യം അങ്ങനെ എന്താ വെച്ചാൽ എന്റെ ഒരു സ്വപ്ന പുരുഷനാണ് അങ്ങ്. ഈശ്വരകൃപ കൊണ്ട് ഇപ്പൊ ഇങ്ങനെ വായിന്ന് കേൾക്കാനും കൂടെ പറ്റിയപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഓക്കെ, അപ്പൊ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ വെച്ച് വീണ്ടും 2 ഗുരുവിനെ വീണ്ടും കാണാനിടയാവുകയും അവർ ആ ഒരു സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് പ്രാവർത്തികമാക്കിയ കാര്യം ഞാൻ ഗുരുവിനോട് കുറച്ചു നേരം പറയാനും കൊണ്ട് പറ്റും. അഡ്മിറ്റ് ചെയ്യാൻ നോക്കിയാണ്, പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, കുറച്ചു നേരം കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. സാറ് എല്ലാ മാസവും ഒരു ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഓരോ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച. അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സൗജന്യ ചികിത്സയാണ്. പിന്നെ ക്ലാസ് ഉണ്ട് സാറേ. ഞങ്ങള് ആലപ്പുഴ ആറാട്ടുവഴിയിൽ നമ്മൾ സായി പ്രയാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആശുപത്രി ഉണ്ട്. ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ഒരു സായി കേന്ദ്രമുണ്ട്, ഒരു പ്രയർ ഹാള്. അവിടെ കഴിഞ്ഞ 38 വർഷമായി ഇപ്പൊ ഞങ്ങള് സൗജന്യ ചികിത്സാ ക്യാമ്പ് നടത്തുവാണ്. അപ്പൊ ആ നാട്ടിലുള്ള ഒരു 110, 140, 150 കുടുംബങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട്. അവർക്ക് ഒരു മാസത്തെ മരുന്ന് പരിശോധിച്ച് നമ്മള് കുറച്ച് ലാഭമൊക്കെ ഉണ്ട്. എല്ലാം ഇന്ത്യയിൽ ഫ്രീ ആണ്. നമ്മളിവിടെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന അതേ ആ രീതിയിൽ തന്നെ അവിടുന്ന് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. BT-യിലൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഷുറോ മിൽക്കിൽ. ഇപ്പൊ കുറെ ഡോക്ടർമാരിങ്ങനെ കേട്ടറിഞ്ഞ് നമുക്ക് അത് കാര്യം നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന പോലുള്ള റിസൾട്ട് കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ഫസ്റ്റ് സൺഡേയിലും ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5 മണി വരെ സായി പ്രയാഗിൽ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ. ഇപ്പം 7 ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്ത ECG വിത്ത് കാർഡിയോളജി, അതിന്റെ പതോളജിക്കൽ ഫൈൻഡിങ്സ്, ഫിസിയോളജിക്കൽ ഫൈൻഡിങ്സ്, പിന്നെ തെറാപ്പറ്റിക്സ്, ECGയുടെ വേരിയേഷൻസ്, ഹാർട്ട് ഡിസീസ്, മയാസ്മാറ്റിക് ഡിഫറൻസ്, കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കുക. അങ്ങനെ ഓരോ ക്ലാസ്സിലും ഓരോ ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണ്. മെയ് വരെ ഉണ്ട്. ഞങ്ങള് ഒരു ചെറിയ ടീ കൊടുക്കും. ബാക്കിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സിനും കൂടെ ഒരു 500 രൂപയാണ് ഒരു ക്ലാസ്സിന് ഞങ്ങൾ ചാർജ് ചെയ്യുന്ന ഒരു ചെറിയ ഇത്. ഒത്തിരി ഡോക്ടർമാർ വരുന്നുണ്ട്. ഈ ക്യാമ്പെല്ലാം ഫ്രീ ആണ്. ക്ലാസ്സിന് അതിന്റെ നോട്ട്സ് അയക്കണം, പ്രിന്റ് നോട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിജയപ്രദമായിട്ട് പോകുന്നു. ഒത്തിരി പേര് പഠിക്കാൻ താല്പര്യമുള്ള അവിടെ കണ്ണൂരിന്ന് അക്ബർ പോലുള്ള കുറെ ഡോക്ടർമാർ വരുന്നുണ്ട്. ഇവിടെയുള്ള ഒരു സീനിയേഴ്സ് ഡോക്ടർമാരാണ് കൂടുതലും, ജൂനിയേഴ്സ് ഇപ്പൊ കുറവാണ്.
ഒരു ഓക്കെ. മയാസ്മാറ്റിക് അപ്രോച്ച് സേഡ് സാറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കൽക്കട്ടയിലെ ബാനർജി ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു മെത്തേഡ് ഓഫ് അപ്രോച്ച് ആണ്. അതിനകത്ത് ഫറൂഖ് മാസ്റ്ററും രാജൻ ശങ്കറിനെയൊക്കെ ഞങ്ങൾ കൂട്ടുന്നുണ്ട്. രാജൻ ശങ്കർ സാറിന്റെ മയാസമാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. അതും ഈശ്വരന്റെ കൃപ കൊണ്ട് നല്ലപോലെ പോകുന്നുണ്ട്. കുറെ ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ട്. ഓക്കെ. ഓക്കെ സാറിനോട് സാർ, ഓക്കെ സന്തോഷം സാർ, സാറേ. താങ്ക് യു വെരി മച്ച് സാർ. സന്തോഷം സാറേ. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചും അല്ല അവിടെ നടത്തി വരുന്ന കണ്ടിന്യൂസ് എന്താണ് CME കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ CME പോലെ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ ഇന്ന് സൂം 8 മിനിറ്റ് വൈകിയിരിക്കുകയാണ്. എന്തായാലും വൈകി കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. എന്തായാലും ഇന്ന് ഈ സൂമിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും സാറിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇനിയും നല്ല ക്ലാസ്സുമായിട്ട് സാർ ഇതുപോലെ എത്തണമെന്ന് ഉള്ള റിക്വസ്റ്റോട് കൂടി ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുന്നു. നാളെ ഇതേ സമയം കാണുന്നിടം വരെ നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മറിയാമ്മ ഡോക്ടറാണേ ഹോസ്റ്റ്. പറ്റിയില്ല. മറിയാമ്മ ഡോക്ടർ ഇപ്പൊ ചെയ്യാവേ.